ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ബ്ലൗസ് കട്ടിങ് വീഡിയോ. ഇപ്പം ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കട്ടിങ്ങിനായിട്ട് വെട്ടിയ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2 എണ്ണം ആ ബ്ലൗസും തുണിയുടെ കളറിൽ ആ ഇതിൽ വെട്ടിയതും, ഒന്ന് നമ്മളൊരു പാൻറ്റ് പീസിൽ നിന്ന് വെട്ടിയെടുത്തതാണ് കേട്ടോ, കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇതേപോലത്തെ 3 കട്ടിങ് വേണം. 2 ഇത് ബ്ലൗസ് പീസിനെ കൊണ്ടും, ഒന്ന് നമ്മൾ ഏതെങ്കിലും പാൻറ്റ് തുണി, ഏതെങ്കിലും കട്ടിയുള്ള ഒരു തുണി കട്ട് ചെയ്തെത്തും, ഒരേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇതുമാതിരി 2 ബ്ലൗസും പീസ് കൊണ്ട് കട്ട് ചെയ്ത് 2 തുണി മേലെ വെച്ചിട്ട് മറ്റേത് അടിയിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതുമാതിരി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 ഭാഗവും 2 ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമ്മളിത് തുമ്പുള്ളിലാക്കി മറച്ചടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുമാതിരി ഇങ്ങനെ വെച്ച് ഇതാക്കി കൊടുത്ത് നന്നായിട്ട് കൈയായിട്ട് നന്നായിട്ട് അങ്ങനെ ആക്കി കൊടുത്ത് മറയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 ചെയ്യുന്നുണ്ട്. 2 അങ്ങനെ മറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ചുറ്റുഭാഗം അടിക്കുകയാണ് കേട്ടോ. ആ ബ്ലൗസ് പീസിൻ്റെ ഇതുകൊണ്ട് വെട്ടിയതാണ് കറക്റ്റ് അളവ് കേട്ടോ. അപ്പം നമ്മൾ ആ അളവിൽ അടിക്കുകയാണ്. ചുറ്റുഭാഗം അടിച്ചെടുക്കാം. അപ്പം നമ്മൾ 2 ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മറ്റേ ബ്ലാക്കായി കാണുന്ന ആ പാൻറ്റ് പീസ് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ, ബാക്കി വരുന്ന പീസ്. അപ്പം നമ്മളിങ്ങനെ 2 സ്റ്റിച്ച് ചെയ്ത് ഇതേമാതിരി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് ഇതുപോലെ ഇങ്ങനെ വരുന്ന പോലെ കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടിങ്ങൊക്കെ വരച്ചത്. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂചി കൊണ്ട് ഇതുമാതിരി അപ്പുറത്തേക്ക് അളവിൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ഒന്ന് കുത്തി കൊടുക്കുക സൂചിയായിട്ട്. പിന്നെ ഇതുപോലെ ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഒരേപോലെ നമുക്ക് അറിയാൻ പറ്റും. ആ എൻഡിലൊക്കെ ഇതുമാതിരി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ആ അടയാളം, സൂചിയുടെ അടയാളം കാണാൻ പറ്റും, കണ്ടില്ല? അപ്പോൾ നമുക്ക് ഒരേപോലെ 2 സൈഡും കൃത്യമായി മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുമാതിരി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഡോട്ട്സ് പിടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ സെൻറ്റർ പിടിച്ചിട്ട് ഈ 2 ഇതില്ലേ നമ്മൾ കട്ട് ചെയ്ത് അതിങ്ങനെ 2ഉം കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുമാതിരി ഡോട്ട്സ് പിടിക്കാൻ പോവുക കേട്ടോ. ഇങ്ങനെ അടിക്കും. അപ്പോൾ നമ്മൾ ഇതുമാതിരി തന്നെ എല്ലാ ടക്കുകളും പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡുള്ള ഇതുപോലെ അടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തുമ്പ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുമാതിരി എല്ലാ ടക്കുകളും നമ്മൾ ഇതുമാതിരി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ ഫ്രണ്ട് പീസ് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഒരേ ലെവലിൽ കിട്ടും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. ടക്ക് ഇത്രയ്ക്കൊരു പിടിക്കേണ്ട. അപ്പോൾ നമ്മൾ ഈ ടക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാതെ അതുമാതിരി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ അത് ക്ലിയർ ആയിട്ട് അവിടെ വരും കേട്ടോ ബ്ലൗസിൻ്റെ. ഇനി നമ്മൾ ഈ സെൻറ്റർ കട്ട് ചെയ്ത് 2 പീസായി എടുക്കാൻ പോകുക കേട്ടോ. ഫ്രണ്ട് പാർട്ട് ഇതുമാതിരി ഒപ്പം വെച്ച് സെൻറ്റർ കട്ട് ചെയ്തെടുത്തു.
ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിലേക്ക് ഈ കട്ടിങ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ വയ്ക്കുക. നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന ഭാഗം ഇതുമാതിരി ഒരു ഇതിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യുക. അവിടെ വെച്ചിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുമാതിരി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇട്ട ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക താഴത്തുള്ള കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുമാതിരി വെച്ചിട്ട് മൊത്തം അപ്പോൾ നമ്മൾ 2 പാർട്ടും ഇതുപോലെ കട്ടിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടിൽ ഈ റൈറ്റ് സൈഡുള്ള ഭാഗം വരുന്ന സ്ഥലത്ത് നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള പട്ട വയ്ക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം കട്ടിങ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കട്ടിങ് കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിൽ ആ പാർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. ഇതുപോലെ മറച്ചിട്ട് മീതെ കൂടെ നന്നായിട്ട് ഇതായിട്ട് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ. വലത് സൈഡ് നിങ്ങൾക്ക് ഇടത് സൈഡ് ഹുക്ക് വയ്ക്കണവരുണ്ടാവും. അപ്പോൾ അത് ഇടത് സൈഡ് വയ്ക്കണം ഇതുമാതിരി കേട്ടോ. ഇനി അതുപോലെ ഭാഗത്ത് വരുന്ന ബാക്കി പീസ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് മൊത്തമായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുമാതിരി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടത് ഭാഗത്തേക്ക് വെക്കുന്ന പാർട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലൂപ്സൊക്കെ വെക്കുന്നില്ലേ, ആ ഭാഗമായിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഇതേമാതിരി തന്നെ ഇതുമാതിരിയുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മറ്റേതിനെക്കാട്ടി കുറച്ചും കൂടി വീതി കൂടിയ ക്ലോത്ത് കഷ്ണമായിട്ട് അതെടുത്തിരിക്കുന്നത്. ഇതുമാതിരി എടുക്കുക. എന്നിട്ട് ഇതുമാതിരി അതേമാതിരി തന്നെ ഇതും അറ്റാച്ച് ചെയ്യുക. ഇതേമാതിരി ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ലൂപ്സ് വയ്ക്കുന്നത്. ഇനി ഇങ്ങോട്ട് മറച്ചിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഡിഫറെൻ്റാണ്. നോക്കിയിട്ട് ഇതുമാതിരി താഴ്ഭാഗം അതുമാതിരി മടക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യേണ്ട. ഇതുമാതിരി കുറച്ച് ഭാഗം മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഇതുമാതിരി ഫുള്ളായിട്ട് മടക്കിയിട്ടില്ല കേട്ടോ. ഇത്ര ഭാഗം വിട്ടിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ലൂപ്സ് വയ്ക്കാനുള്ള ഭാഗമാണ്. എന്നിട്ട് നേരത്തെ അടിക്കുന്നത് തന്നെ മാറ്റി. ഇനി നമുക്ക് 2 പാർട്ടിലും ഇതുപോലെ ബാലൻസ് വരുന്നത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച 2 വെച്ച് ഒപ്പാണോ നോക്കുക കേട്ടോ. 2 ഒരേ അളവിൽ വന്നിട്ടുണ്ടോ നോക്കുക. ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ അളവ് ബ്ലൗസ് എടുത്തിട്ടൊന്ന് അളവ് നോക്കുന്നുണ്ട് കേട്ടോ. വണ്ണത്തിൻ്റെ അളവ് ഈ ഹുക്ക് വയ്ക്കാത്ത ഭാഗത്ത് നമ്മൾ ആ ഹുക്ക് വയ്ക്കാത്ത ഭാഗം വെച്ചിട്ട് അളക്കുക കേട്ടോ. ആ ലൂപ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ലൂപ്സിൻ്റെ ഭാഗം ബ്ലൗസിൽ ലൂപ്സിൻ്റെ ഭാഗം ഏതാണോ അത് എടുത്തിട്ട് നമ്മൾ അളവ് നോക്കുക. ആ അളവിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അളവായിരിക്കണം കേട്ടോ. ബ്ലൗസിനൊക്കെ നമ്മൾ അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ പാട്ടിൽ റൈറ്റ് സൈഡ് വരുന്ന പാട്ട് കേട്ടോ. ഹുക്ക് വെക്കുന്ന പാട്ടാണ്. അത് ആ ഭാഗം എടുത്തിട്ട് അളവ് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് അടയാളപ്പെടുത്തി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്ക് റെഡിയാക്കാം കേട്ടോ. ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് പാർട്ടിൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതാ ഷോൾഡർ ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതാണ്.
ഇതുമാതിരി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ വിട്ടു വരാതിരിക്കുക. ഇനി നമ്മൾ കൈ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കൈക്ക് വെട്ടിയ പാട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ അളവിൽ മടക്കി അടിക്കുക. ഇത് തുമ്പൊന്നും ഇല്ലാത്ത നല്ല ഇങ്ങനത്തെയാണ് കേട്ടോ, അത് കാരണമാണ് ഒരു മടക്കി അടിക്കുന്നത്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇവിടെ ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിച്ച് അയച്ചു വിടും കേട്ടോ. ജസ്റ്റ് അതിന് ഒരടി അത് അവിടെ ഇങ്ങനെ ആ മടക്കം അങ്ങനെ ഇരിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ രണ്ടും അടിക്കുന്നുണ്ട്. നമ്മൾ കൈ ഇതേപോലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗം ഓപ്പോസിറ്റ് വന്ന് രണ്ട് മാർക്ക് ചെയ്ത ഭാഗമാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗമാണ് അവിടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് രണ്ട് സൈഡും ആ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന പോലെ വേണം കേട്ടോ അടിക്കാൻ. ഇനി നമ്മളിത് കൈ ഈ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഴിച്ച് വെട്ടിയ ഭാഗത്ത് ഫ്രണ്ട് ഭാഗം വരുന്ന പോലെ വേണം നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. കൈ ഇതുപോലെ വയ്ക്കും. നമ്മൾ ചുരിദാർ ടൈപ്പ് ഇതായിട്ട് അടിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിലവർ കൈയുടെ ജോയിൻ മൊത്തം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സിമ്പിളായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇതുമാതിരി അടിക്കുന്നത് കേട്ടോ. രണ്ട് കൈയും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് കൂട്ടാം കേട്ടോ. അപ്പോൾ സൈഡ് കൂട്ടാൻ പോവുകയാണ്. ഇനി നമ്മൾ സൈഡ് കൂട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒപ്പാക്കി പിടിക്കണം. നമ്മളിവിടെ കൈക്കുഴിയുടെ എവിടെ ഒപ്പാണോ നോക്കണം. കൈ രണ്ടും ഒപ്പാക്കി വെച്ച് ഇതും ഒപ്പാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിലത്തെ അവിടെ മാർക്ക് ചെയ്യണം, മടക്കി അടിക്കാനുള്ള ഭാഗം കേട്ടോ. അതിനോടൊപ്പം മാർക്ക് ചെയ്യുക. ബാക്ക് നമ്മൾ രണ്ട് സൈഡും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് അവിടെ അടയാളപ്പെടുത്തി ഇവിടത്തൊന്ന് മടക്കി അടിക്കാം. ഫ്രണ്ട് രണ്ടും വെച്ച് അടയാളപ്പെടുത്തിയ അതിൽ ലെവലിൽ നമ്മൾ ഉണ്ടോ ആ വര കൃത്യമായി മടക്കിയിട്ട് അടിക്കുക. നമ്മൾ ബാക്ക് സൈഡ് അടിച്ച് തയ്യാറായിട്ട് ബാക്ക് സൈഡ് മടക്കി അടിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ സൈഡും കൂട്ടുന്നതിന് മുന്നേ നമുക്ക് ബാക്കിൽ ഒരു ടെക്ക് ഇടാണ്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ ബാക്ക് സൈഡ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ടെക്ക് അടയാളപ്പെടുത്തണം കേട്ടോ. രണ്ട് സൈഡും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ടെക്ക് ഇടാം. ഇതുമാതിരി പിടിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫിറ്റിംഗ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൗസ് കേട്ടോ ഇതുപോലെ ടെക്ക് പിടിക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും പിടിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ അളവ് നോക്കുക കേട്ടോ. വെച്ചിട്ട് ഇതുമാതിരി സെൻറ്റർ വെച്ചിട്ട് ഇവിടെ ബാക്കിൻ്റെ ഒരു ഇത് അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് കൂട്ടാൻ പോകും കേട്ടോ. അപ്പോൾ കയ്യിൻ്റെ വണ്ണം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ സൈഡ് കൂട്ടുക. അളവിൽ കൃത്യ അളവിലായിരിക്കണം നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. ബ്ലൗസ് നല്ല ഫിറ്റിംഗ് ആയിട്ട് കിടക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പിന്നെ താഴെയുള്ള അളവ് നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കുക. ബാക്കിൽ വണ്ണം അളവെടുത്തതും ഫ്രണ്ടിൽ അളവെടുത്തതും ഒരേ ഇതിൽ പിടിക്കുക. നമ്മളിവിടെ അളവ് കൃത്യത്തിൽ ഫിറ്റ് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുത്തിന് ഒരു ക്രോസ് പീസ് വെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വേസ്റ്റ് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ തുണി കുറവായ കാരണം നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് രണ്ട് കഷ്ണം പീസുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ക്രോസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ പോവുക കേട്ടോ. ക്രോസായി കട്ട് ചെയ്താലാണ് നമുക്ക് കഴുത്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ്ങിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ അവിടെ പിരിഞ്ഞ് പോകും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്യുക.
അതുപോലെ ക്രോസിങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയറായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നു കേട്ടോ. ഇതുമാതിരി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ പീസുകൾ ജോയിൻ ചെയ്യുക കേട്ടോ. ക്രോസ് പീസ് 2-3 കഷ്ണങ്ങളായിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ വെച്ച് ജോയിൻ ചെയ്യുക. അങ്ങനെ ഒരു 4 പീസുണ്ട്, 4 ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ ക്രോസ് പീസ്. ഇനി നമുക്ക് ഇത് കഴുത്തിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ക്ലിയറായിട്ട് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ക്രോസ് പീസ് ഇങ്ങനെ വലിച്ച് വെക്കാതെ ഇങ്ങനെ ആ റൗണ്ടിന് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റൗണ്ട് ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കി ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഇങ്ങനെ കണ്ടോ. അപ്പം നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് അത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിങ്ങനെ മടക്കി അടിച്ച് അങ്ങനെ ബാക്കി വരുന്ന ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതുമാതിരി അതുപോലെ ഫുള്ളും ബാക്കി വരുന്ന ഫുള്ള് ഇതും കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ കഴുത്ത് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇതുപോലെ മടക്കി ഇതിങ്ങനെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യാം. അതുപോലെ കൈ നമ്മൾ അടിച്ചത് ഹെമ്മിങ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് അയച്ചിടണം കേട്ടോ. ഇവിടെ അങ്ങനെ ഹെമ്മിങ് ചെയ്തിട്ട് ഈ കൈ കൊണ്ടുള്ള ഹെമ്മിങ് ചെയ്ത് അയച്ചിടാം കേട്ടോ സ്റ്റിച്ച്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ.